ലിയാഖത്ത് ഈ വിദ്യാഭ്യാസം കൂടുന്ന ആളുകൾക്ക് തീവ്ര മതവിശ്വാസം കൂടുന്നത് അങ്ങനെ നല്ലത്. ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ഈ തീവ്ര മതബോധത്തിലേക്ക് പോകുന്നവർ അത് ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും അവര്. അപ്പൊ നമ്മൾ ഈ പുറത്തോട്ട് കാണുന്നതല്ല വാസ്തവത്തിൽ സമൂഹത്തിന്റെ പൊതുചിത്രം. എക്സ്ട്രീമിസ്റ്റുകൾ ഒച്ചയും വിളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ എതിർച്ചേരിയിൽ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നവർ അവരും ബഹളം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ആകെ നോക്കുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞ ഇതാണ് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞ ഇതാണ് എന്നുള്ള ചിത്രം വരും. വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്, ഒച്ചയും വിളി ഉണ്ടാക്കുന്നവർ. ഇപ്പൊ ചന്തയിൽ 1000 പേരുണ്ട്, ഒരു ഭാഗത്ത് ബഹളം നടക്കണമെങ്കിൽ ആ ബഹളം നടക്കുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അതിനർത്ഥം ചന്ത മൊത്തം ബഹളക്കാരാണെന്നല്ലോ. ആ രീതിയിൽ എന്നെ കണ്ടാൽ മതി എന്നാണ് ഞാൻ അങ്ങനെയാട്ടോ എന്നെ കാണുന്നത്. ഇതൊക്കെ മൗനമായി കണ്ട്, ഇതൊക്കെ എല്ലാത്തരം സംവാദങ്ങളും കണ്ടും കേട്ടും മൗനമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ശ്രദ്ധയോടെ വീക്ഷിച്ച് ഇതിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും ഭയങ്കര എക്സ്പ്രസീവ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഇമ്പാക്ട് ചിലപ്പോൾ ഒരു 1-2 ജനറേഷനിലാണ് മാറ്റം ഉണ്ടാവുക. പെട്ടെന്ന് നമ്മളിപ്പം ബോധ്യപ്പെട്ടു, വായിച്ചു, മതം വിട്ടു, ഖുർആൻ വലിച്ചെറിഞ്ഞു, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും അബദ്ധമാണ് എന്നാണ് എന്റെ ബോധ്യം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ധാരണകളിൽ ഉണ്ടാവുന്ന തിരുത്തലുകൾ, മാറ്റങ്ങൾ, അങ്ങനെ ചിന്തയിൽ മാറ്റം ഉണ്ടാവുക, ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഇതിനകത്ത് സ്വാധീനിക്കുന്നത്, അതിൽ മാറ്റം ഉണ്ടാവുക. മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലും മക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മാറ്റം ഉണ്ടാവുക. ഇങ്ങനെ 2-3 തലമുറയിലൂടെ മാത്രമാണ് ഈ സാമൂഹ്യ മാറ്റം ഉണ്ടാവുക. അതിന്റെ നല്ല ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു അനുരണനങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ കാണുന്നു എന്നുള്ളത് മാത്രമാണ്. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്.